ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല മൊരിഞ്ഞ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം പറയാം. അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ. എന്നാൽ പിന്നെ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി എന്തായാലും ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നേന്ത്രപ്പഴം ഇതാ കണ്ടോ, ഈ ഒരു കട്ടിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഇതിപ്പോ ഒരു നേന്ത്രപ്പഴം ഹോൾ നേന്ത്രപ്പഴം എടുത്തിട്ട് ഇങ്ങനെ നാലായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഇങ്ങനെ സ്ലൈസ് ചെയ്യാതെ ഇങ്ങനെ നാലായിട്ട് സ്ലൈസ് ചെയ്തതാണ്. നല്ല നീളത്തിലല്ലേ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പഴംപൊരി ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞാൻ നടുക്ക് കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ ചെറിയ പാനൊക്കെ ഉള്ളൂ വെച്ചാൽ നടുക്കൊന്ന് കട്ട് ചെയ്ത് കുട്ടി കുട്ടി പഴംപൊരി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ട് മൈദയാണ് വേണ്ടത്. മൈദേന്റെ അത്ര ഇല്ലെങ്കിലും നമുക്ക് അരിപ്പൊടി, അതായത് പത്തിരിപ്പൊടി വേണം. അത് നല്ല ക്രിസ്പ് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ്. പുട്ടുപൊടി എടുക്കരുത്, പുട്ടുപൊടിക്ക് തരി കൂടുതലായിരിക്കും. അപ്പൊ പത്തിരിപ്പൊടി വേണം. പിന്നെ അത്രയും ഇല്ലെങ്കിലും കുറച്ച് കടലപ്പൊടി എടുക്കുന്നത് നല്ലതാ. അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. കടലപ്പൊടി കുറച്ചിട്ടാലേ, അധികം ഇട്ടാൽ അതിന്റെ ഫ്ലേവറേ മാറിപ്പോവും, പഴംപൊരിന്റെ ടേസ്റ്റേ മാറിപ്പോവും. പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി ഇതാ ഒരു നുള്ളു മതി. നമ്മള് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലാണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ടൊന്നുമല്ല, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് മഞ്ഞപ്പൊടി കൊടുക്കുന്നത്. പിന്നെ പഞ്ചസാര അത്യാവശ്യം പഞ്ചസാര വേണം. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഞാനത് ഇവിടെ വെച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഫ്രൈ ചെയ്യുമ്പം എന്താണെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ എല്ലാവർക്കും അറിയുമെന്നറിയില്ല, അതോ ഇനിയിപ്പോ എന്റെ പൊട്ട ഒബ്സർവേഷൻ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ നമ്മള് വെളിച്ചെണ്ണയിൽ വറുക്കുന്ന അത്ര എണ്ണ കുടിക്കില്ല നമ്മുടെ സൺഫ്ലവർ ഓയിലിൽ വറുക്കുമ്പം. ഇതിപ്പോ കുറെ എണ്ണ കുടിക്കുന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ എന്തായാലും കുറച്ചെണ്ണ അത് കൺസ്യൂം ചെയ്യല്ലോ, അതിന് കുറവായിരിക്കും. അതായത് സൺഫ്ലവർ ഓയിൽ വറുക്കുമ്പം ആ എടുക്കുന്ന എണ്ണ കുറവായിരിക്കും, അത് വലിച്ചെടുക്കുന്ന എണ്ണ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിലിൽ ചെയ്തോളൂ. പക്ഷെ നമ്മുടെ ആ ഒത്തന്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം അല്ലേ. അപ്പൊ നമ്മൾക്ക് എന്തായാലും വെളിച്ചെണ്ണയും കൂടെ വേണം. ഞാൻ വെച്ചിട്ടില്ല, ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതിന്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു വിസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്പൂൺ കൊണ്ട് കലക്കുന്നതിനെക്കാട്ടി ഈ വിസ്ക് കൊണ്ട് കലക്കുമ്പം ലംസ് ഒന്നും ഇല്ലാതെ, അതായത് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല എളുപ്പത്തിൽ ബാറ്റർ റെഡി ആയി കിട്ടും. അപ്പം ചിലരൊന്നും അത് ചെയ്യുന്നുണ്ടാവില്ല. വളരെ അഫോർഡബിൾ ആയിട്ടൊരു സാധനം, അത് വാങ്ങിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനത്തെ ഇപ്പം നമ്മൾ ഗോതമ്പ് ദോശയ്ക്കൊക്കെ മാവ് കലക്കുകയാണെങ്കിലും എന്ത് മാവ് കലക്കുകയാണെങ്കിലും വളരെ പെട്ടെന്ന് ലംസ് ഒന്നും ഇല്ലാതെ, അതായത് കട്ടയൊന്നും കുത്താതെ നമുക്ക് മാവായി കിട്ടും. അപ്പോൾ നമുക്കത് ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ മൈദ ഇടാം, അതേപോലെ കടലപ്പൊടി, ഈ കടലപ്പൊടികളെല്ലാം, അരിപ്പൊടി, മഞ്ഞപ്പൊടി, പഞ്ചസാര, ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ബാറ്ററാക്കി മാറ്റും. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തോളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പം അങ്ങോട്ട് വല്ലാണ്ട് വെള്ളമായി പോയാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല മാവ്. ഇതാണ് പാകം കൺസിസ്റ്റൻസി. ഇതിൽ മഞ്ഞ കളർ കുറച്ച് കുറവുണ്ട് അല്ലെ. നമുക്കൊരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് വരാം. അപ്പൊ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട്. നമ്മൾ എന്തിനാ വെറുതെ ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ, നമുക്ക് നാച്ചുറൽ കളേഴ്സ് അവൈലബിൾ ആയിരിക്കുമ്പോൾ.
ഇതാവുമ്പോൾ ഹെൽത്തിയാണ്. അപ്പോൾ ഇതാ സെറ്റായിട്ട് ഈ കളറൊക്കെ മതി. ഇനി നമ്മൾ വറക്കുമ്പം ആ ഒരു നല്ല കളർ വന്നോളും. എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ട് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പം ഞാനിത് അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു പരന്ന ചട്ടി കിട്ടുമെങ്കിൽ അങ്ങനത്തത് എടുക്കുക നല്ലത്. കാരണം കുറച്ച് നീളമുള്ള പഴത്തിന്റെ പീസസ് അല്ലേ നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഇടാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒത്തന്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഇടാം. ഒന്ന് ഉരുകട്ടെ, എന്നിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കട്ടിയിലിരിക്കണോണ്ടേ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഒന്ന് ഉരുകട്ടെ. ഉരുകി കഴിയുമ്പം നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പ്രിപ്പറേഷൻ തുടങ്ങാം. ഓക്കെ, എന്താ കഥ നോക്കിയാട്ടെ, പൊട്ടിത്തെറിച്ചതാ. കുറച്ച് വെള്ളം ആ ചട്ടിയിൽ ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിരുന്നു വെള്ളം. അപ്പൊ നമുക്ക് ഈ വെളിച്ചെണ്ണ പോലെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇന്നും കൂടെ ഒന്ന് മെൽറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതൊന്ന് നേരെ വെക്കട്ടെ കേട്ടോ, ഇതിങ്ങനെ ആടി കളിക്കുന്നുണ്ട്. ഓക്കെ, സീറ്റിംഗ് ആയി. നമുക്ക് ഇട്ട് കൊടുക്കാം. എടുത്തിട്ട് ബാറ്ററിൽ നന്നായിട്ട് മുക്കുക. കണ്ടോ, കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് മുങ്ങി കിട്ടുള്ളൂ. എന്നിട്ട് വെളിക്കുക. നമുക്ക് കുറച്ചൊന്ന് സിമ്മാക്കി കൊടുക്കാം കുറച്ചു നേരം. ഇനി നമുക്ക് ഒരു 3-4 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് മറിച്ചിടാം കേട്ടോ. ഒന്ന് മറിച്ചിട്ട് നോക്കാം. നമുക്ക് ആദ്യം ഇട്ടത് ആദ്യം മറിച്ചിടാം. എപ്പോഴും നമ്മൾ നീളമുള്ള കഷ്ണങ്ങൾ നടുക്കും, നീളം കുറഞ്ഞ കഷ്ണങ്ങൾ സൈഡിലിടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തിരക്കില് നീളം കുറഞ്ഞത് നടുക്കിലിട്ട് പോയി. എന്നാൽ കുറച്ചും കൂടെ സ്പേസ് കിട്ടുമായിരുന്നു തിരിച്ചിട്ടിരുന്നെങ്കിൽ. എന്തായാലും കുഴപ്പമില്ല, ഇതാവട്ടെ. അടി ഒന്നും കൂടെ മുരിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് എടുത്ത് മാറ്റാം. ഞാൻ കാണിക്കാം. ഏതായാലും ഇപ്പം അടിഭാഗം ഒന്ന് നന്നായി മുരിയട്ടെ കേട്ടോ. അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് തിരിച്ചിട്ട് വെക്കാം. യെസ്, ആ സൈഡ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം കൂടെ അതേപോലെ ഒന്ന് മൊരിയട്ടെ. ഓക്കെ, അപ്പൊ അതാ 2 ഭാഗം ഒരേപോലെ നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇതാ നമ്മുടെ നല്ല മൊരിഞ്ഞ ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള അടിപൊളി പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. എന്തപ്പോ ഈ ഫോർക്കൊക്കെ ആയിട്ടെന്ന് വിചാരിക്കണ്ട, ഞാൻ ഇതിന്റെ ക്രിസ്പിനെസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണില്ല, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ശബ്ദം? നല്ല അടിപൊളി ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറയാൻ മറന്നൊരു കാര്യം, നിങ്ങൾ എപ്പോഴും പഴം എടുക്കുമ്പോൾ വല്ലാണ്ട് പഴുത്ത് ചപ്പിളിപ്പിളി ആയ പഴമല്ല, പക്ഷെ അത്യാവശ്യം നല്ല പഴുപ്പുള്ള പഴം തന്നെ എടുക്കണം കേട്ടോ. എന്നാലാണ് ഒരു ടേസ്റ്റ് നല്ലോണം കിട്ടുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.